അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ രക്ഷിക്കാൻ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. രക്ഷാദൌത്യം മന്ദഗതിയിലെന്ന് അർജുന്റെ കുടുംബം പറയുന്നു. സൈന്യത്തെ അയക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ലോറി ഉടമ മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി. കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തെത്തിച്ചപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചെന്നാണ് പരാതി. അതേസമയം സൈന്യം തെരച്ചിലിന് വരേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പ്രതികരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മണ്ണിടിച്ചിലിൽ അർജുൻ എന്ന മലയാളിയെ കാണാതാവുന്നത്, മണ്ണിനടിയിലാകുന്നത്. അർജുൻ ശനിയാഴ്ചയായി 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്തും അർജുൻ എവിടെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് കുടുംബം ആരോപിക്കുമ്പോഴും കർണാടക സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് വേണം നമുക്കും മനസ്സിലാക്കാൻ. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കർണാടക ജനപ്രതിനിധികൾ സ്ഥലത്തെത്തുന്നത്. നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവമെങ്കിൽ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന നാട്ടുകാർ, ഒപ്പം ജനപ്രതിനിധികൾ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ജനസേവകരുണ്ട് നമ്മുടെ കേരളത്തിൽ. കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യ ദിവസങ്ങളൊന്നും അനക്കമേയില്ല അവിടെ. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം കേരള മുഖ്യമന്ത്രി ഇടപെട്ടതോടെയാണ് കർണാടകയുടെ ഭാഗത്തു നിന്ന് ഒരനക്കമെങ്കിലും സംഭവിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഓരോരുത്തരായി അവിടേക്ക് എത്തുന്നു. ഇന്നാണ് കൂടുതൽ പേർ രംഗത്തെത്തുന്നത്. നമുക്ക് വിവരങ്ങളുമായി സിജു കണ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിജു കണ്ണൻ, ഒരു ദിവസം കൂടി കഴിയാറാവുകയാണ്. ഏതാണ്ട് 5 മണി കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ടാവുകയാണ്, ഇരുട്ട് വീഴുന്ന സമയമാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഷിരൂരിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മുതലാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചത്. 10 മണിയോടുകൂടി തന്നെ മംഗലാപുരത്ത് നിന്ന് റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന നടത്തി. ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന NIT-യിൽ നിന്നുള്ള സംഘം നേരത്തെ GPS ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തിന് തൊട്ട് മുകൾ വശത്തായാണ് പരിശോധന നടത്തുന്നത്. അതിന്റെ അല്പം മാറി പടിഞ്ഞാറ് ഭാഗത്തായാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ ഒരു സിഗ്നൽ നേരത്തെ ഈ NIT സംഘം നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരുന്നു. എന്നാൽ കൃത്യമായ ഒരു ചിത്രം ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അല്പം മണ്ണ് നീക്കിയ ശേഷം വീണ്ടും പരിശോധന നടത്താനായിരുന്നു തീരുമാനിച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ മണ്ണ് കുറച്ച് നീക്കിയതിനു ശേഷം വീണ്ടും പരിശോധന നടത്തുന്നു. എന്നാൽ അതിനുശേഷം കൂടുതൽ വ്യക്തമായ ചിത്രമോ എന്തെങ്കിലും സിഗ്നലോ ലഭിച്ചതായി നിലവിൽ വിവരമില്ല. അല്പസമയത്തിനകം അത്തരം വിവരം കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ 3 പോയിന്റുകളാണ്, 3 സിഗ്നലുകളാണ് ഈ റഡാർ സംവിധാനം വഴി ലഭിച്ചത്. ചെളി മൂടിയ നിലയിലായതിനാൽ, വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സാഹചര്യം, ചെളിയിൽ നിറഞ്ഞ ഒരു സാഹചര്യമായതിനാൽ കൂടുതൽ സിഗ്നൽ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് NIT-യിലെ വിദഗ്ധ സംഘം തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന. ഇപ്പോൾ നേരത്തെ GPS ലൊക്കേഷൻ ലഭിച്ചതിന്റെ തൊട്ട് മാറിയുള്ള സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. ഇന്നത്തെ ദിവസമാണെങ്കിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. സ്ഥലം MLA സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് നാവികസേന, അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനയും തെരച്ചിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പരിശോധനയ്ക്ക് അവശേഷിക്കുന്നത്. 2 മണിക്കൂർ നേരം കൂടി മാത്രമാണ് ഇത്തരത്തിൽ വെളിച്ച സംവിധാനം ഉണ്ടാവുക. അതിനിടയിൽ ഇടവിട്ട മഴ ഈ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി പരിശോധന ദുഷ്കരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്ത് തിരച്ചിൽ അധികം നീണ്ടുകൊണ്ടുപോകാൻ കഴിയാതെ രാത്രി 9 മണിയോടുകൂടി തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ഒന്ന് ശക്തമായ മഴ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. വലിയ ഒരു കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞ് ഈ നാലുവരി ദേശീയപാതയിലേക്ക് പതിക്കുകയായിരുന്നു. അതിന് തൊട്ടടുത്തുള്ള ഗംഗാവാലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോഴും ആ മണ്ണെല്ലാം തന്നെ ഇളകി കിടക്കുകയാണ്. ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയും നിലവിലുണ്ട്. ഏതായാലും ഇന്നത്തെ പരിശോധന എത്ര നേരം തുടരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല. പരമാവധി സമയം പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യമായ ഒരു തെരച്ചിൽ നടന്ന ഒരു ദിവസം എന്ന് ഇന്നത്തെ ദിവസത്തേക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 4 ദിവസം അങ്ങനെ കാര്യമായ ഒരു തിരച്ചിൽ നടന്നിരുന്നില്ല. 3 ദിവസം ചെറിയ തോതിൽ മണ്ണ് നീക്കം ചെയ്തതല്ലാതെ മറ്റ് പരിശോധനകളൊന്നും നടന്നിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടന്നത്. അതിനുശേഷം ഇന്ന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന, അതോടൊപ്പം തന്നെ നിർത്താതെ തുടർച്ചയായുള്ള പരിശോധന എന്നിവ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും
വളരെ നല്ല രീതിയിലുള്ള വാർത്തകൾ നമുക്കിപ്പോൾ ഈ സമയത്ത് ലഭ്യമായിട്ടില്ല. എങ്കിലും പ്രതീക്ഷയോടെയാണ് ഈ തെരച്ചിലിനെയും രക്ഷാപ്രവർത്തനത്തെയും കാണുന്നത്. സിജു, നമ്മുടെ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ രഞ്ജിത്തും സംഘവും ആ പ്രദേശത്ത് ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നിന്നെത്തിയ സംഘം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ പ്രദേശത്തേക്ക് കടന്നു പോകുന്നത് തടഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ലോറി ഉടമ മനാഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ ഈ സമയത്ത് ഇവരുമായി എത്തിയതിനെ തുടർന്ന് പുറത്തുനിന്ന് കേരളത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നതിന് തന്നെ ആക്രമിച്ചു എന്ന ഒരു പരാതി ഇപ്പോൾ മനാഫ് ഉന്നയിച്ചിട്ടുണ്ട്. മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു, ഇവരെ അങ്ങോട്ട് എത്തിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പരാതിയായി ഉന്നയിക്കുന്നത് പ്രകോപനമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഈ സംഘത്തെ കൃത്യമായി അവർ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. അവരെ കൃത്യമായി ഈ പരിശോധനയുടെ ഭാഗമാക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. കർണാടക മുഖ്യമന്ത്രി സ്ഥലത്തെത്തുമെന്ന് പറയുന്നുണ്ടല്ലോ, എപ്പോഴാണ് എത്തുക എന്നത് സംബന്ധിച്ച വല്ല വിശദീകരണവും കിട്ടിയിട്ടുണ്ടോ? സിദ്ധരാമയ്യ നാളെ ഈ സംഭവ സ്ഥലത്തെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി സ്ഥലത്തെത്തുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം മന്ത്രിമാരും ഉണ്ടാകുമെന്ന ഒരു വിവരം ലഭിക്കുന്നു. ഈ കൃത്യമായ ഒരു സമയം, ഏത് സമയത്ത് എത്തുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു സമയം നിലവിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ ഇന്ന് തന്നെ കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെയുള്ള ആളുകളിൽ എത്തിയിരുന്നു. സൈന്യത്തെ കൊണ്ടുവരണമെന്ന ഒരാവശ്യം കുടുംബവും അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫും ഉന്നയിച്ചെങ്കിലും സ്ഥലം സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി പറഞ്ഞത് സൈന്യത്തിന്റെ ആവശ്യമില്ല, നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേന തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ്. ഏതായാലും സിദ്ധരാമയ്യ കൂടി നാളെ സ്ഥലത്തെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിജു, ഞാൻ മനസ്സിലാക്കുന്നത് സിജു ഇന്നലെ വൈകിട്ടോടെയാണ് പ്രദേശത്തെത്തിയത്. ഇന്നിപ്പോൾ 24 മണിക്കൂർ ആവുകയാണ് സിജു അവിടെ എത്തിയിട്ട്. അപ്പോൾ അല്പം മുമ്പ് അർജുന്റെ മാതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറയപ്പെടുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. മാതാവ് പറഞ്ഞത് മാത്രമാണ് ഞാൻ സിജുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം കണ്ടതായിട്ടുണ്ടോ? നിലവിൽ ഈ പരിശോധനയ്ക്കിടയിൽ മൃതദേഹമൊന്നും കണ്ടെത്തിയിട്ടില്ല. ആദ്യ ദിവസത്തെ പരിശോധനയിൽ 8 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുടുംബത്തിലെ 7 പേരുടെ മൃതദേഹം, മറ്റൊരാളുടെ മൃതദേഹം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ സ്ഥലം MLA കാർവാർ MLA വന്നപ്പോൾ പറഞ്ഞത് അർജുൻ മാത്രമല്ല കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അവർ കർണാടക സ്വദേശികളാണോ ഏത് സ്ഥലത്തുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായി MLAക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഒരു പുരുഷനും ഒരു സ്ത്രീ കൂടി മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്, അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ സ്ഥലത്ത് അങ്ങനെ മൃതദേഹം വേറെ കണ്ടെത്തിയതായി വലിയ വിവരമൊന്നുമില്ല. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹം കണ്ടെത്തിയതായി വിവരമൊന്നുമില്ല. എന്തായാലും പരിശോധന നടത്തുകയാണ്. ഈ റോഡിനകത്ത് കൂടിയുള്ള റോഡിന് മുകളിലുള്ള മണ്ണെല്ലാം നീക്കം ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ലോറി അകപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ലോറി ഉടമ മനാഫ് കേരളത്തിൽ നിന്നുള്ള ഒരു ദൗത്യ സംഘത്തെ ഈ മറ്റ് മേഖലകളിൽ പോയി പരിചയമുള്ള ആളുകളുമായി എത്തിയിരുന്നു. കാരണം സർക്കാർ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇത്തരം വിദഗ്ധരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമായിരിക്കും അവർക്ക് ലോറി ഉടമ മനാഫിനുൾപ്പെടെ ഉണ്ടായിരുന്നത്.